നമസ്കാരം. നളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ മുഹമ്മദ് മോസിൻ എംഎൽഎയുടെ എക്സലൻസ് അവാർഡ് വിതരണവും ശ്രദ്ധ എഡ്ഫെസ്റ്റും ശ്രദ്ധേയമായി. വിവിധ പരീക്ഷകളിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയവർക്കും വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുമായിരുന്നു അവാർഡുകൾ നൽകി ആദരിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്നതെന്ന് മുഹമ്മദ് മോസിൻ എംഎൽഎ പറഞ്ഞു. പട്ടാമ്പി മണ്ഡലത്തിൽ SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ കരസ്ഥമാക്കിയവർ, LSS, USS, NMMS സ്കോളർഷിപ്പ് നേടിയവർ, യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കൾ, കലാ കായിക മേഖലകളിൽ സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയവർ, വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ എന്നിവർക്കാണ് MLAയുടെ എക്സലൻസ് അവാർഡ് സമ്മാനിച്ച് ആദരിച്ചത്. ഇതോടൊപ്പം ശ്രദ്ധ എഡ്യൂഫെസ്റ്റും സംഘടിപ്പിച്ചു. ആമയൂർ OPH കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു ചടങ്ങ് ഒരുക്കിയത്. മികച്ച വിജയം നേടിയവരെ മാത്രമല്ല അല്ലാത്തവരെയും ചേർത്ത് പിടിച്ചുള്ള പദ്ധതികൾക്കാണ് പട്ടാമ്പി മണ്ഡലത്തിൽ രൂപം നൽകിയിരിക്കുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മുഹമ്മദ് മോസിൻ MLA സൂചിപ്പിച്ചു. ഇത്തരക്കാരുടെ കഴിവുകൾ കണ്ടെത്തുവാനുള്ള പദ്ധതിയാണ് ടാലന്റ് സെർച്ച് എന്നും MLA ഓർമ്മപ്പെടുത്തി. വരും വർഷങ്ങളിൽ പട്ടാമ്പിയിൽ ഇന്റർനാഷണൽ തലത്തിൽ എഡ്യു കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും MLA സൂചിപ്പിച്ചു. ആ കുട്ടികളെ കണ്ടെത്തി അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ടാലന്റ് ഹഡ് അല്ലെങ്കിൽ ടാലന്റ് സെർച്ച് എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി നമ്മൾ നടപ്പിലാക്കുകയാണ്. ആ പദ്ധതി വളരെ മികച്ച രീതിയിൽ ഇനി വരാനിരിക്കുന്ന ദിവസം നടപ്പിലാക്കുകയും അതിൽ നിന്ന് കഴിവ് തെളിയിക്കുന്ന കുട്ടികളെ ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും നടക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ അറിയിക്കുകയാണ്. ഇതിന് അവസാനം പരിസമാപ്തി എന്നുള്ള നിലക്ക് നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ ഇന്ന് ഇവിടെ ഒരു എഡ്യു ഫെസ്റ്റ് നടന്നു. അത് മണ്ഡലം തലത്തിലാണ്. ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു എഡ്യൂക്കേഷൻ കോൺക്ലേവ് പട്ടാമ്പിയിൽ സംഘടിപ്പിക്കുക വരുന്ന വർഷങ്ങളിൽ എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതുകൂടി നടപ്പിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അപ്പൊ വികസന പദ്ധതികൾ ജനങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നതോടൊപ്പം അത് നാളെയുടെ തലമുറയെ അവരെങ്ങനെയായിരിക്കണമെന്ന് കൂടി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക മാത്രമല്ല തന്റെ സ്വപ്നമെന്നും വിദ്യാഭ്യാസം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നവർ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതം തിരിച്ചുപിടിക്കുവാനുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുകയാണെന്നും തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ MLA വ്യക്തമാക്കി. പലരും എന്നോട് ചോദിക്കാറുണ്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. എന്താണ്, ഇനി മത്സരിക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ ആശങ്ക കൊണ്ടും അല്ലെങ്കിൽ പല താല്പര്യം കൊണ്ടും ചോദിക്കാറുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് അന്നും സ്വപ്നമുണ്ട്, ഇന്നും സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഒരു ജനപ്രതിനിധിയായിരിക്കുക എന്ന് മാത്രമല്ല, ജനപ്രതിനിധി ആയാലും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എന്നെ പോലെ ആശങ്കയോടുകൂടി അന്ന് നിന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ എങ്ങനെയെന്ന് കഴിയാത്ത നിരവധി ആളുകളുണ്ട്. അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള രീതി, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ലക്ഷ്യബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. ആ ലക്ഷ്യബോധം ഉണ്ടായി നമുക്ക് മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ട കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡോക്ടറാവണം, നിങ്ങൾ എഞ്ചിനീയർ ആവണം, നിങ്ങൾ മന്ത്രിയാവണം, നിങ്ങൾ MLA ആവണം എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന, സമൂഹത്തിന് ഗുണമുള്ള, നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ അതിനു വേണ്ട കരിയർ പാത്ത് നിങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുക. മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് അവസരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നാച്ചുറലായിട്ട് ലഭിക്കുന്നതാണ്. അതിനെക്കുറിച്ചല്ല നമ്മൾ വറീഡാവേണ്ടത്. നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള വളരെ കുറഞ്ഞ ജീവിത സമയമാണ് നമുക്കുള്ളത്. അത് യാഥാർത്ഥ്യമാക്കാനുള്ള വളരെ വലിയ പരിശ്രമവുമായാണ് നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടത്. ചടങ്ങിൽ കില ഡയറക്ടർ A. നിസാമുദ്ദീൻ വിശിഷ്ടാതിഥിയായി. ഡോക്ടർ TP സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MK ബേബി ഗിരിജ, A. ആനന്ദവല്ലി, രതി ഗോപാലകൃഷ്ണൻ, NK അബ്ദുൽ ലത്തീഫ്, പ്രോഗ്രാം കോർഡിനേറ്റർ റഫീഖ്, T. ഗോപാലകൃഷ്ണൻ, NP വിനയകുമാർ, AEO T. സുമതി, ഗിരീഷ് പട്ടാമ്പി, KP കമാൽ, K. ബാലകൃഷ്ണൻ, K. ബിജു, ബിനോജ്, VM കുഞ്ഞുമുഹമ്മദ്, EK ബാബു, അലിക്കുഞ്ഞ് തുടങ്ങി ജനപ്രതിനിധികളും വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. സാധാരണക്കാരന്റെ ആശ്രമം ALPS അമന്നൂർ, ശ്രീഹരി A, ALPS മുഹമ്മദ്
തൃത്താല ഞാങ്ങാട്രി സ്വദേശിയെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. തൃത്താല ഞാങ്ങാട്രി മാട്ടായ മൂത്തേടത്ത് പാറുക്കുട്ടി അമ്മയുടെ മകൻ 60 വയസ്സുള്ള കൃഷ്ണദാസാണ് മരിച്ചത്. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ കോഴിക്കാട്രി പാലത്തിന് താഴെ തോട്ടിൽ മരിച്ച നിലയിൽ ശനിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് മൃതദേഹം കണ്ടത്. തോട്ടിലെ വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി. ലോട്ടറി ടിക്കറ്റ് വിൽപ്പന തൊഴിലാളിയായിരുന്നു മരിച്ച കൃഷ്ണദാസ്. ശനിയാഴ്ച രാവിലെ 5 മണിയോടെ പ്രഭാത നടത്തത്തിന് ഇറങ്ങിയതായിരുന്നു. സരസ്വതി ഭാര്യയും മഞ്ജുകൃഷ്ണ, അഞ്ജുകൃഷ്ണ എന്നിവർ മക്കളുമാണ്. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയുടെ നേട്ടം സാധാരണക്കാർക്ക് കൂടി ലഭിക്കുമ്പോഴാണ് വികസനം യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന് മുൻ മന്ത്രിയും CPM നേതാവുമായ ഡോക്ടർ തോമസ് ഐസക്. പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച EMS സ്മൃതി പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തോമസ് ഐസക്. പട്ടാമ്പി PK രാജസ്മാരക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് EMS സ്മൃതി പ്രഭാഷണം സംഘടിപ്പിച്ചത്. EMSഉം കേരള വികസനവും എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. മുൻമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ തോമസ് ഐസക് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയുടെ നേട്ടം ജനങ്ങളിലേക്ക് ലഭ്യമാകുമ്പോൾ മാത്രമേ വികസനം യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് സൂചിപ്പിച്ചു. നാടിന്റെ വികസനത്തിന്റെ ഫലം സാധാരണക്കാരിലേക്ക് ലഭ്യമാകണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ വേഗത കൂടുന്നുണ്ട് കേട്ടോ. കൂടി ഇപ്പോഴൊന്നുമല്ല, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഒരു വർഷം 1% പോലും സാമ്പത്തിക വളർച്ച ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടി പുതിയ നയങ്ങളൊക്കെ ആവിഷ്കരിച്ചപ്പോ 3.5%. പിന്നെ 80കളില് രാജീവ് ഗാന്ധിയുടെ ഒക്കെ പരിഷ്കാരങ്ങൾ വന്നപ്പോ അത് 5.5%. 91 ആയപ്പോഴോ അന്നുമുള്ള കാലം എടുത്തിട്ടുണ്ടെങ്കിൽ 5.5%, 7%. അങ്ങനെ കയറിക്കൊണ്ടിരിക്കണില്ല. അന്ന് ശ്രദ്ധിക്കണ്ട, അതിപ്പോ എന്തോ ഉണ്ടായ കാര്യമാണെന്ന് ആരും പറയാതിരുന്ന് വെച്ചാൽ മതി. പക്ഷെ പ്രശ്നം എന്താ? വികസനം എന്ന് പറഞ്ഞാൽ ഈ വളർച്ച മാത്രമല്ല, അതിന്റെ നേട്ടം ജനങ്ങൾക്ക് എത്ര കിട്ടുന്നു കൂടി നോക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് ഇന്ത്യയിലെ 10% ജനങ്ങളുടെ കയ്യിലേക്കാണ് 57% വരുമാനവും പോകുന്നത്. CPM ജില്ലാ സെക്രട്ടറി അംഗം സുബേദ സഹാഖ് അധ്യക്ഷത വഹിച്ചു. NP വിനയകുമാർ, AV സുരേഷ്, O ലക്ഷ്മിക്കുട്ടി, TK നാരായണദാസ്, T ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു. ചാലിശ്ശേരിയിൽ സ്വകാര്യ ബസും ഇന്നോവ കാറും കൂട്ടിയിടിച്ച അപകടം. ചാലിശ്ശേരി ക്ഷേത്രത്തിന് സമീപത്ത് ശനിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. പാലക്കാട് നിന്ന് ഗുരുവായൂരിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസും കുന്നംകുളം ഭാഗത്തു നിന്നും ചാലിശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ഇന്നോവ കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം ഭാഗികമായി തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സംസ്ഥാന പാതയ്ക്ക് കുറുകെ തവനൂർ മല്ലൂർ ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച മേൽപ്പാലത്തിന്റെ പ്രവൃത്തികൾ പൂർത്തിയായി. വൺ വേ സംവിധാനത്തിൽ നിർമ്മിച്ച മേൽപ്പാലം പ്രദേശവാസികളുടെ നിരന്തര ആവശ്യം പരിഗണിച്ച് ഇരുവശത്തേക്കും വാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള സൗകര്യം ഒരുക്കിയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഏറെ വിവാദങ്ങൾക്കും കോടതി നടപടികൾക്കും ശേഷമാണ് തവനൂർ മല്ലൂർ ക്ഷേത്രത്തിന് സമീപം ദേശീയപാതയ്ക്ക് കുറുകെ നിർമ്മിച്ച ജില്ലയിലെ ഏക മേൽപ്പാലം പൂർത്തിയാക്കിയത്. പൊന്നാനിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ എടപ്പാൾ ഭാഗത്തേക്ക് കടത്തിവിടുക എന്ന ലക്ഷ്യത്തോടെയാണ് മിനി പമ്പയിൽ ദേശീയപാതയ്ക്ക് കുറുകെ ഫ്ലൈ ഓവർ നിർമ്മിച്ചത്. തവനൂർ പഞ്ചായത്തിലെ മധുരശ്ശേരി, വെള്ളാഞ്ചേരി, കടകശ്ശേരി ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് എടപ്പാൾ റോഡിലേക്ക് എത്തിച്ചേരുവാനും ഈ മേൽപ്പാലം ഉപയോഗപ്പെടും. എന്നാൽ കുറ്റിപ്പുറത്ത് നിന്ന് മധുരശ്ശേരി, വെള്ളാഞ്ചേരി ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അയ്യങ്കലം ജംഗ്ഷനിലെത്തി വേണം അതത് പ്രദേശങ്ങളിലെത്തുവാൻ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്തും ജനപ്രതിനിധികളും സമരവും കോടതി നടപടികളുമായി രംഗത്ത് വന്നത്. ഹൈക്കോടതി ഇടപെട്ടതോടെ 5.5 മീറ്റർ വീതിയുള്ള പാലം 6 മീറ്റർ വീതിയുള്ളതാക്കി ഇരുഭാഗത്തേക്കും ഗതാഗത സൗകര്യം ഒരുക്കിയാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഹെവി വാഹനങ്ങൾ അടക്കം മേൽപ്പാലത്തിലൂടെ കടന്നു പോകാൻ കഴിയുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ എടപ്പാൾ റോഡിൽ പാലം വന്നു ചേരുന്ന ഭാഗത്ത് വലിയ വളവാണ്. കുറ്റിപ്പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ മേൽപ്പാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഈ വളവ് ഏറെ അപകട ഭീഷണി ഉയർത്താൻ സാധ്യതയുണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. ദേശീയപാതയ്ക്ക് കുറുകെ മധുരശ്ശേരി റോഡിനെ ബന്ധിപ്പിച്ച് കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ അധികൃതരെ സമീപിച്ചിട്ടുണ്ട്. തൃത്താല നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്.
തൃത്താല മണ്ഡലത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന കെ ഗോവിന്ദൻകുട്ടി മേനോൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിൽ വിജയസ്മിതം എന്ന പേരിൽ നടന്ന അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനം ട്രസ്റ്റ് രക്ഷാധികാരിയും AICC മെമ്പറും മുൻ തൃത്താല MLAയുമായിരുന്ന VT ബൽറാം നിർവഹിച്ചു. അറിവ് നേടുന്നതോടൊപ്പം തിരിച്ചറിവുള്ള വിദ്യാർത്ഥികളാകാൻ ശ്രദ്ധിക്കേണ്ട കാലമാണിപ്പോൾ എന്ന് ബലറാം പറഞ്ഞു. നല്ല വിദ്യാഭ്യാസവും അറിവുമുള്ള യുവതലമുറയാണ് ലഹരിക്കടിമകളാകുന്നതും കൊലപാതകത്തിൽ പ്രതികളാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രസ്റ്റ് ചെയർമാൻ PV അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. അധ്യാപികയും പ്രശസ്ത സിനിമാ പിന്നണി ഗായിക രാധിക അശോക് വിശിഷ്ടാതിഥിയായിരുന്നു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, P അബ്ദുള്ള മാസ്റ്റർ, P ഇബ്രാഹിംകുട്ടി മാസ്റ്റർ, MP സതീഷ് മാസ്റ്റർ, K അബ്ദുൾ ഖാദർ, V അബ്ദുള്ളക്കുട്ടി, MA ശ്രീനിവാസൻ, PV സുധീഷ് എന്നിവർ സംസാരിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി CP മോഹനൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രസ്റ്റ് വൈസ് ചെയർമാൻ PV മുഹമ്മദ് അലി സ്വാഗതവും ട്രഷറർ PV സേതുമാധവൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി ഫിറോസ് പൊരിങ്ങോളത്തിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരുന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ എന്നിവർക്കായി സഹായ ഉപകരണ വിതരണ ഭിന്നശേഷി നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് സ്പർശം 2025 എന്ന പേരിൽ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ ഭരണകൂടം, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, സാമൂഹ്യനീതി വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടു കൂടിയായിരുന്നു ക്യാമ്പ്. പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KA റഷീദ്, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് മെമ്പർമാരായ PP ഉണ്ണികൃഷ്ണൻ, PTM ഫിറോസ്, ഷെഫീന ഷുക്കൂർ, P പ്രസന്ന, K ബിന്ദു, മറ്റു ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ആവശ്യാനുസൃതമായ കൃത്രിമ അവയവങ്ങളും സഹായോപകരണങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് ഒരുക്കിയത്. കനത്ത മഴയിൽ എടപ്പാൾ വെങ്ങിനിക്കരയിൽ മതിൽ തകർന്ന അപകടം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. വെങ്ങിനിക്കര മണ്ണായത്ത് വളപ്പിൽ ഷംസുദ്ദീന്റെ വീടിന്റെ മതിലാണ് തകർന്നത്. വീടിന് താഴ്ഭാഗത്തുള്ള പള്ളിയാലിൽ സൈനബയുടെ വീടിന്റെ മുകളിലേക്കാണ് കോൺക്രീറ്റ് മതിൽ വീണത്. സൈനബയുടെ അടുക്കള ഭാഗവും ജനൽ, ചിമ്മിനിക്കൂട്, സമീപത്തെ വിറകുപുരയും തകർന്നിട്ടുണ്ട്. മതിലിൽ വിള്ളൽ ഷംസുദ്ദീന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ പെട്ടെന്ന് തന്നെ സൈനബയുടെ വീട്ടുകാരെ മാറ്റുകയായിരുന്നു. ആളുകളെ മാറ്റിയതിനാൽ ആളപായം ഉണ്ടായില്ല. സംഭവം അറിഞ്ഞയുടൻ വാർഡ് മെമ്പർ KP റാബിയും സൊക FC ക്ലബിലെ അംഗങ്ങളും സ്ഥലത്തെത്തി. കുട്ടികൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആ മതിലിന് ചെറിയൊരു വിള്ളൽ കണ്ടപ്പോൾ ഞങ്ങൾ താഴെ പോയി നോക്കുമ്പോഴാണ് ഇതിൻ്റെ അടിയിൽ തള്ളിച്ച കാണുന്നത്. മതിലിനൊരു ക്യാപ്പ് വന്നതെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ താഴത്തെ വീട്ടുകാരെ ഞങ്ങൾ ഇവിടുന്ന് മാറ്റി ഞങ്ങൾ ഇങ്ങോട്ട് കൊടുന്നു. ഇത് കൊടുന്ന് കുറച്ചിന് കഴിഞ്ഞിട്ട് ഞങ്ങളിത് മതിൽ പൊട്ടിക്കാൻ നോക്കുമ്പോഴാണ് ഈ സംഭവം ഒന്നാകെ പൊട്ടിയത്. ഞങ്ങൾക്കൊരു 3 ലക്ഷം രൂപേൻ്റെ ചിലവ് സുമാർ നഷ്ടം ഉണ്ടാവും. പിന്നെ ആ വീടിൻ്റെ പണി വേറെ ഉണ്ടാവും. അങ്ങനെ അപകടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ മുന്നേ കണ്ടപ്പോൾ അവർ മാറ്റില്ല, അവരെ കൊണ്ട് മുന്നേ കണ്ടപ്പോൾ അങ്ങനെ മാറ്റില്ല. ഇങ്ങനെ ഇത് പൊട്ടുന്ന കണ്ടപ്പോൾ അടി ഇങ്ങനെ തള്ളിച്ച് വിള്ളലും കണ്ടപ്പോൾ ഞങ്ങൾ ആ വീട്ടുകാരെ അവിടെ മാറ്റി ഞങ്ങൾ ഇങ്ങോട്ട് മേലേക്ക് മാറ്റി. അതിൻ്റെ ശേഷമാണ് പെട്ടെന്നാണ് ഈ സാധനം പൊട്ടുന്നത്. കൊപ്പം പ്രവാസി കൂട്ടായ്മയുടെ അംഗത്വ ക്യാമ്പയിൻ ജൂൺ 15 മുതൽ ഓഗസ്റ്റ് 14 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പ്രവാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തുടങ്ങിയ കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ അംഗത്വ ക്യാമ്പയിൻ ജൂൺ 15 മുതൽ ഓഗസ്റ്റ് 14 വരെയാണ് നടത്തുന്നതെന്ന് സംഘടന സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 6 വർഷം പിന്നിടുന്ന പ്രവാസി കൂട്ടായ്മ ജൂലൈ 20 വാർഷികം കൊണ്ടാടും. ഇതിൽ 25 വർഷം പിന്നിട്ട പ്രവാസികളെ ആദരിക്കും. കൂടാതെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഒരുക്കിയിട്ടുണ്ട്.
കൊപ്പം പ്രവാസി കൂട്ടായ്മയുടെ കീഴിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. മരണപ്പെടുന്ന കൂട്ടായ്മ അംഗത്തിന്റെ കുടുംബത്തിനുള്ള സാമ്പത്തിക സഹായമായ കുടുംബ സുരക്ഷാ പദ്ധതി, ഗുരുതര രോഗത്താൽ വലയുന്നവർക്ക് ചികിത്സാ സഹായം, മെമ്പർമാരുടെ പെൺമക്കളുടെ വിവാഹത്തിനുള്ള ധനസഹായം, കിടപ്പ് രോഗികൾക്ക് ആശ്വാസകരമായ ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള തൂവൽ സ്പർശം പരിപാടി തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളെ എല്ലാവരും ചേർത്ത് പിടിക്കുക, ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ലക്ഷ്യമിട്ട് തുടങ്ങി കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ നാളിതുവരെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു, പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബ സുരക്ഷാ പദ്ധതി, അതുപോലെ മംഗല്യനിധി, തൂവൽ സ്പർശം എന്ന് തുടങ്ങി ഒരുപാട് വേറെ പദ്ധതികൾ നമ്മൾ നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണക്കുകൾ പ്രകാരം നമ്മൾ ഇതുവരെ നമ്മുടെ കൂട്ടായ്മയിൽ അംഗത്വമെടുത്ത് മരണപ്പെട്ടു പോയ 4 വ്യക്തികൾക്കായിട്ട്, നമ്മുടെ മെമ്പർമാരിൽ നിന്ന് മരണപ്പെട്ടു പോയ 4 വ്യക്തികൾക്കായിട്ട് നമ്മൾ 8,78,855 രൂപ അവർക്ക് ഒരു സഹായധനമായിട്ട് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചികിത്സാ സഹായമായിട്ട് 2 പേർക്ക് 2,89,918 രൂപ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നമ്മൾ സാന്ത്വനം എന്ന പദ്ധതി പ്രകാരം നമ്മുടെ മെമ്പേഴ്സിന് അടിയന്തര സഹായ ആവശ്യങ്ങൾക്കായി തുക നൽകുന്നുണ്ട്. 48,600 രൂപ ഇതുവരെ നമ്മൾ ആ ഒരു വഴിയിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ മംഗല്യനിധി ആയിട്ട് നമ്മുടെ കൂട്ടായ്മയിലെ മെമ്പർമാരുടെ മക്കളുടെ വിവാഹ ധനസഹായമായിട്ട് അല്ലെങ്കിൽ പാരിതോഷികമായിട്ട് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടുത്ത വർഷത്തോടെ യാഥാർത്ഥ്യമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രവാസി കൂട്ടായ്മ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ മണ്ണേങ്കോട്, കൺവീനർ അബൂബക്കർ സിദ്ദീഖ് കാഞ്ഞിരക്കോട്ടിൽ, അഡ്വൈസറി ബോർഡ് മെമ്പർ അഷ്റഫ് അലി മണ്ണേങ്കോട്, എക്സിക്യൂട്ടീവ് മെമ്പർ വി ഷാഹുൽ അമീദ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട് യൂണിറ്റ് ഫ്രണ്ട് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കലാപ്രതിഭകൾക്കുള്ള ആദരവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KR ബാലൻ അധ്യക്ഷനായി. റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തരായ കൃഷ്ണ, ഗൗതമി പ്രശാന്ത് എന്നീ കലാപ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളായ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷക്കീർ, ഷമീർ വെക്കത്ത്, മുജീബ് റഹ്മാൻ, സുധീർ, സലിം ചുങ്കത്ത്, സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാർക്കോടുകൂടി വിജയിച്ചിട്ടുള്ള വ്യാപാരികളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങൾ, ഈ ചടങ്ങിന് തൊട്ടു മുൻപ് ബാലേട്ടനും ഷക്കീറും സൂചിപ്പിച്ച നമ്മുടെ ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം ഔദ്യോഗികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. വിവിധ യൂണിറ്റുകളെ പ്രതികരിച്ചുകൊണ്ട് സുബ്രേട്ടനുണ്ട്, ബഷീർക്ക, അജിതേട്ടൻ തുടങ്ങി വിവിധ യൂണിറ്റുകളുടെ ഭാരവാഹികളുണ്ട്. അവരെയെല്ലാം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.